തൃശൂർ അന്തിക്കാട്ടുകുളത്തിൽ ഓക്സിജൻ ലഭിക്കാതെ മീനുകൾ ചത്തുപൊങ്ങി. വലുതും ചെറുതുമായ അനേകം മീനുകളാണ് കുളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചത്തുപൊങ്ങിയത്. ജലമലിനീകരണം പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വെള്ളത്തിൽ മാലിന്യങ്ങളുടെയും രാസവസ്തുക്കളുടെയും സാന്നിധ്യം ഇല്ലാതാക്കി കുളത്തിലെ വെള്ളം ശുദ്ധമാക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഏകദേശം 4.5 ഏക്കർ വിസ്തൃതിയുള്ള അന്തിക്കാട്ടുകുളം നൂറുകണക്കിന് ആളുകൾ നിത്യവും ആശ്രയിക്കുന്ന ജലാശയമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായി കുളത്തിലെ വെള്ളത്തിന് കടുത്ത ദുർഗന്ധവും നിറവ്യത്യാസവും ഉണ്ടായിരുന്നു. മുകളിൽ കട്ടിയുള്ള പാടയും രൂപപ്പെട്ടിരുന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ അധീനതയിലുള്ള കുളമായതുകൊണ്ട് മാലിന്യ പ്രശ്ന പരിഹാരത്തിനായി ദേവസ്വത്തിനും കത്ത് നൽകി ജലപരിശോധന നടത്തുന്നതിനിടെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തത്. ജലമലിനീകരണം പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. 2 ദിവസമായിട്ടാണ് ഈ കുളത്തിലെ മീനുകൾ ഇങ്ങനെ ചത്തുപൊന്താനും ഇതായുള്ളത്. 10 കിലോ 5 കിലോ ഉള്ള മീനുകൾ ചത്തുപോകുന്നുണ്ട്. ഇവിടെ കുടിവെള്ളവും ഈ കുളത്തിൽ നിന്ന് വരുന്ന ഇതാവണത്. അതുകൊണ്ട് ഈ കുളമൊന്നും ശുദ്ധീകരിക്കാനായിട്ടല്ല, രാഷ്ട്രീയക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ജലം പൂർണ്ണമായും മലിനമായ നിലയിലാണെന്ന് കാണിച്ച് നാട്ടുകാർ നേരത്തെ തന്നെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ക്ലോറിനേഷൻ സമയബന്ധിതമായി നടത്തണമെന്നും pH മൂല്യം ഉറപ്പുവരുത്തി ഭാവിയിലേക്കുള്ള കരുതലാക്കി മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. സമീപ പ്രദേശത്തുള്ള കെട്ടിടങ്ങളിൽ നിന്നും ടെറസിൽ വീഴുന്ന വെള്ളം പൈപ്പ് വഴി കുളത്തിലേക്ക് ഒഴുക്കാനുള്ള പദ്ധതി തയ്യാറാക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴവിളവെടുപ്പ്, മഴവെള്ള സംഭരണം എന്ന പ്രക്രിയയിലൂടെ ഭൂഗർഭജലത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുവഴി വെള്ളത്തിലെ മാലിന്യങ്ങളുടെയും രാസവസ്തുക്കളുടെയും സാന്നിധ്യമില്ലാതാക്കി കുളത്തിലെ വെള്ളം ശുദ്ധമാക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്.